Good morning everyone. It's August 10th, 2025 Sunday. I woke up at 5 in the morning. പിന്നെ കുറച്ച് നേരം ടോഫിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. ടോഫി യൂഷ്വലി വേക്സ് അപ്പ് ഏർലി. പിന്നെ മോർണിംഗ് റിച്വൽസ് ആൻഡ് കുറച്ച് സെൽഫ് ലവ്, അത് മാൻഡേറ്ററിയാണ്. Then I went straight into the kitchen. ആദ്യം ലളിത സഹസ്രനാമം, അതിലൊരു കോംപ്രമൈസ് ഇല്ല. പിന്നെ ടോഫിക്കുള്ള എഗ്സ് ബോയിൽ ചെയ്യുക എന്നുള്ളതാണ്. യൂഷ്വലി ടോഫി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എഗ്സ് ആണ്. ഒരു 9 o'clock ആയിട്ടാണ് അവന് ഫീഡ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമുക്കൊരു യാത്ര ഉള്ളത് കൊണ്ട് കുറച്ച് നേരത്തെ ഫീഡ് ചെയ്യേണ്ടതുണ്ട്. സോ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കിച്ചൺ ക്ലീൻ ചെയ്തിട്ട് ടോഫിക്ക് പെറ്റ് ബോർഡിങ്ങിൽ പോകാനായിട്ട് ഒരുങ്ങാൻ വേണ്ടി അവനെ കൺവിൻസ് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് ടാസ്ക്. ടോഫി ഏറ്റവും കൂടുതൽ അൺകംഫർട്ടബിൾ ആവുന്നത് അവനെ ഡീറ്റാംഗ്ലിങ് ചെയ്യുമ്പോഴാണ്. സോ അവൻ്റെ ഫേസിൽ ഇപ്പം കാണുന്ന വിഷമവും ഡീറ്റാംഗ്ലിങ് കഴിഞ്ഞിരിക്കുന്നതിൻ്റെയാണ്. ഇനി പെറ്റ് ബോർഡിങ്ങിൽ പോയി എന്തൊക്കെ കുറുമ്പ് കാണിക്കണമെന്നാണ് ആക്ച്വലി പാഷാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. സോ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഒരു ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്യുന്നതാണ്. ഇത് സ്പെഷ്യൽ ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ബ്രൈറ്റ് ഔട്ട്ഫിറ്റ് ചൂസ് ചെയ്തു. ടോഫിയുടെ ഡോക്ടറുടെ വീട്ടിൽ തന്നെ ടോഫി പെറ്റ് ബോർഡിങ്ങിന് നിൽക്കുന്നത്. സോ നമ്മൾ അവിടെ പോയി ടോഫിയെ പെറ്റ് ബോർഡിങ്ങിലാക്കിയതിന് ശേഷം വി സ്റ്റാർട്ടഡ് അവർ ജേർണി. നല്ലൊരു വെതറായിരുന്നു, മഴ ഉണ്ടായിരുന്നില്ല, പക്ഷേ ആ ഒരു വൈബായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തായിരുന്നത്. പാരൻസിനും അവിടെ പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് അവരും അക്കമ്പനി ചെയ്തു. ഇടയ്ക്ക് നമ്മളൊരു പിക്ക് സ്റ്റോപ്പ് എടുത്തു. ഒരു കഫേയിൽ നമ്മൾ ഇറങ്ങി ഒരു യൂഷ്വൽ ക്യാപ്പിച്ചീനോ കുറച്ച് സ്നാക്സ് കഴിച്ചു. ഞാൻ ബ്രഞ്ച് കൈ പിടിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രൈസ് മാത്രം എടുത്ത് കഴിച്ചു. ഭയങ്കര ഒരു ഈസ്തെറ്റിക് ബ്യൂട്ടിഫുൾ കഫേ ആയിരുന്നു. ഒത്തിരി ഭംഗിയായിരുന്നു അവിടെ കാണാൻ തന്നെ. ആൻഡ് നമ്മൾ വീണ്ടും ജേർണി കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ ഒരു ഏരിയ വളരെ ഫെമിലിയർ ആയിട്ടുള്ള എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. ബൈ ഗോഡ്സ് ഗ്രേസ് ബ്ലോക്കൊന്നും കിട്ടിയതും ഇല്ല. കറക്റ്റ് ടൈമിന് നമ്മളവിടെ എത്തി. ആൻഡ് there comes the surprise moment. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സർപ്രൈസസ് എനിക്ക് കിട്ടിയൊരു ദിവസമായിരുന്നു. വളരെ നോർമലായി പോയൊരു ഡേ. എന്തിനാണ് ഇങ്ങനൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്, ഒരു പക്ഷേ ഇത് വരുമോ എന്ന് അറിഞ്ഞിട്ട് പോലുമല്ല എന്നെനിക്ക് തോന്നിപ്പോയൊരു മൊമെൻ്റ് ആയിരുന്നു. there comes the surprise. ഡാൻസ് ലവേഴ്സിനെ അറിയായിരിക്കും ഇപ്പം ഞാൻ എത്ര എക്സൈറ്റഡ് ആയിരിക്കും എന്നുള്ളത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ എക്സൈറ്റ്മെൻറ്റിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. ദെൻ ഞാനൊരു ഊബർ എടുത്ത് നേരെ ലുലുവിൽ പോയി. പാരൻസ് അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. ഒത്തിരി എക്സോസ്റ്റഡ് ആയതുകൊണ്ട് എനിക്ക് ഷുഗർ എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടായിരുന്നു. സോ ഷുഗർ കട്ടൊക്കെ മറന്ന് ഐ ഹാഡ് എ കോഫി ആൻഡ് എ കേക്ക്. ദെൻ ഇപ്പോഴും എക്സൈറ്റ്മെൻറ്റ് വിടാതെ ഞാൻ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ടോഫിനെ എടുത്ത് നേരെ വീട്ടിലെത്തി. സോ ആ സർപ്രൈസ് മൊമെൻ്റ് എന്തായിരുന്നു അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയണം. ഇതിനൊരു പാട്ട് വേണമെങ്കിൽ നിങ്ങൾ പറയൂ കേട്ടോ. താങ്ക് യു.